മാർക്സിസ്റ്റ് മാവോയിസ്റ്റ് മതഭീകരവാദ കൂട്ടുകെട്ടിലുണ്ടായ കള്ളക്കേസുകളും കേസ് അട്ടിമറികളും വീണ്ടും ചർച്ചയാകുന്നു. കള്ളത്തെളിവുകളിൽ പോക്സോ കേസിൽ ഉൾപ്പെട്ട പത്മരാജൻ മാഷിന്റെ നിരപരാധിത്വം ഹൈക്കോടതിയിൽ തെളിയിക്കപ്പെട്ടതായിരുന്നു. PFI ഭീകരവാദികൾ പ്രതികളായ നിരവധി കേസുകൾ കഴിഞ്ഞ ഇടതു സർക്കാരുകൾ അട്ടിമറിച്ചിട്ടുമുണ്ട്. SFI പ്രവർത്തകർ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലും കാര്യക്ഷമമായ അന്വേഷണം നടന്നിരുന്നില്ല. PFI ഭീകരവാദികൾ പ്രതികളായ നിരവധി കേസുകൾ കഴിഞ്ഞ ഇടതു സർക്കാരുകൾ അട്ടിമറിച്ചിട്ടുണ്ട്. SFI പ്രവർത്തകൻ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലും കാര്യക്ഷമമായ അന്വേഷണം നടന്നിരുന്നില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിട്ട് മതഭീകരവാദ ശക്തികളുടെ എല്ലാ അധാർമിക നീക്കങ്ങൾക്കും കുടപിടിക്കുന്ന ഇടതു വലതു മുന്നണികളെ തുറന്നു കാണിക്കുന്നതാണ് പാനൂർ പാലത്തായിലെ അധ്യാപകൻ പത്മരാജൻ മാഷിനെതിരെ ചുമത്തിയ പോക്സോ കേസ്. എന്നാൽ വിചാരണ കോടതി വിധിച്ച ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തം ശിക്ഷ മരവിപ്പിച്ച് പത്മരാജൻ മാഷിന് ജാമ്യം ലഭിച്ചതോടെ മാർക്സിസ്റ്റ് PFI സംഘങ്ങളുടെ ഗൂഢനീക്കങ്ങൾ കൂടിയായിരുന്നു തകർന്നത്. ഇതേ രീതിയിൽ മതഭീകരവാദ സംഘങ്ങൾ വ്യാജ പ്രചാരണങ്ങൾ നടത്തി അപമാനഭാരത്താൽ ജീവിതം കഴിച്ചുകൂട്ടേണ്ടി വന്ന നിരവധി പേരുണ്ട്. CAA അനുകൂല നിലപാടിന്റെ പേരിലാണ് പത്മരാജൻ മാഷ് PFI സംഘത്തിന്റെ ലക്ഷ്യമാകേണ്ടി വന്നതെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിലകൊണ്ടതിന് വ്യാജ പ്രചാരണങ്ങളിൽ അകപ്പെട്ടവരും നിരവധിയാണ്. ഇതിനൊപ്പമാണ് PFI ഭീകരവാദികൾ ഉൾപ്പെട്ട കേസുകളിൽ അന്വേഷണം മരവിപ്പിക്കാനും അട്ടിമറിക്കാനുമുള്ള ഒത്തുകളികൾ. 2018 ജൂലൈ 2 പുലർച്ചെ എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു കൊല്ലപ്പെട്ട കേസിലടക്കം വിചാരണ വേഗത്തിലാക്കാനും ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനും കഴിഞ്ഞ ഇടതു സർക്കാരിനും താൽപ്പര്യമില്ലായിരുന്നു. സ്വന്തം പാർട്ടി അണികൾ കൊലക്കത്തിക്ക് ഇരയാകുമ്പോഴും വോട്ട് ബാങ്ക് മാത്രമായിരുന്നു CPM ലക്ഷ്യം. ജനം, കൊച്ചി.